കാണാത്താണൊക്കെ വന്നത്. ഞാൻ ചോദിച്ചു പൈസ താ 5000 രൂപ. താത്ത എപ്പോ വരും? പൈസ ഒന്നും എന്റെ ഇല്ല. ആര് പറഞ്ഞു? ഭാര്യ ചികിത്സിക്കാൻ കൊണ്ട് തന്നൊക്കെ കാശുണ്ടല്ലേ? കാശുണ്ട് താ. അതെ, എന്റെ ഭാര്യയാണ്. നീ നമ്മളെ കുടുംബകാര്യത്തിലൊന്നും കയറി ഇടപെടരുത്. നീ ജോലിക്കാരിയാണ്, നിന്റെ ജോലി നോക്കിയാൽ മതി. ഞാൻ വേലക്കാരിയാ. ഫോട്ടോ ഉണ്ടേ, ഓർമ്മ വേണം. ഫോട്ടോയാ? ഉമ്മ, ഞങ്ങൾ ഇറങ്ങാൻ സമയമായി, ഇങ്ങോട്ട് വരി. ഉമ്മ പോയിട്ട് വരട്ടെ അമ്മ. ആ, ചെലവിനായിട്ടിരിക്കട്ടെ. കുറച്ച് പൈസയേ ഉള്ളൂ. പൈസ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉമ്മയെ വിളിച്ചാൽ മതിയേ. വിളിക്കാം. ബാക്കി പൈസ ഫീസൊക്കെ അവിടെ അടച്ചായിരുന്നാ? ഓ, ആ, എന്തെങ്കിലും കൂടെ തന്നെ നീ വേണോടാ? കൂടെ വേണം. ഇടയ്ക്ക് നിനക്ക് വരാൻ പറ്റത്തില്ലേ? പറ്റത്തില്ലായിരിക്കും, നോക്കട്ടെ അമ്മ. എന്തായാലും ഒറ്റയ്ക്കാക്കിയിട്ട് വരാൻ പറ്റൂലല്ലേ. ആ, പിന്നെ പൈസ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ വിളിക്കണേ. നിന്റെ ബാങ്ക് വഴി ഞാൻ ഇപ്പൊ പറഞ്ഞ അയച്ചു തരുമല്ലേ ഫോണിലൂടെ. ആ, അങ്ങനെയെങ്കിലും അയച്ചു തരാം കേട്ടാ. ഉമ്മ ദുആ ചെയ്യണേ. ആ, എന്റെ ദുആ ഉണ്ടല്ലേ മോനെ, എന്റെ ദുആയേ ഉള്ളു. എന്തൊരു സ്നേഹം. എന്റെ മക്കളെ നോക്കിക്കോളണേ. ഇതാ, നീ ധൈര്യമായിട്ട് പോടാ. മക്കളല്ലേ, ഞാൻ നോക്കിക്കോളാം. ഞാൻ നിന്നെ വളർത്തിയതല്ലേ. ഞാൻ എൻ്റെ ഈ 2 കണ്ണ് ഞാൻ എവിടെയും പോകത്തില്ല. ഞാൻ 2 കണ്ണ് വെച്ച് ഇങ്ങനെ നോക്കി തന്നെ ഇരിക്കും. നീ പോയിട്ട് വാ. നീ ധൈര്യമായിട്ട് പോ. അല്ലാതെ ഇവിടെ നിന്നിട്ട് എൻ്റെ മക്കളെ നോക്കണേ, എൻ്റെ ഭാര്യയെ നോക്കണേ എന്നും പറഞ്ഞൊന്നും നിൽക്കണ്ട. ഞാൻ നോക്കിക്കോളാം. അപ്പം എൻ്റെ അടുത്തൂടെ ഒന്ന് കാണട്ടെ. വന്നു കയറി ഉമ്മ അല്ലല്ലേ ഇത്. മോനും മരുമോളെ ഇപ്പം തേനൊലിക്കല്ലേ. കിളവി മാറി ആളങ്ങ്. മക്കള് വല്യമ്മ പറയുന്ന കേട്ടൊക്കെ നിൽക്കണേ. ഉമ്മ ഉടനെ വരും. മക്കള് വല്യമ്മ പറയുന്ന കേട്ട് നിൽക്കണം, ആഹാരം കഴിക്കണം. സമയത്ത് പുറത്തൊന്നും പോയി അധികം കളിക്കല്ലേ. വല്യമ്മയെ കൊണ്ട് അധികം വിളിപ്പിക്കാൻ ഇട വരുത്തരുത് കേട്ടാ. എല്ലാം പറയുന്ന അനുസരിച്ച് വേണേ നിൽക്കാൻ. ഉമ്മ എന്നും വിളിക്കാം കേട്ടാ. ഉമ്മ എത്ര ദിവസം ഒന്നും അറിയത്തില്ല മോനെ. ഉമ്മ പോയിട്ട് വരട്ടാ. ഉമ്മയും വാപ്പയില്ലെന്നും പറഞ്ഞ് മക്കള് കളിക്കാനൊന്നും പുറത്തധികം പോവരുതേ. കൂട്ടുകാരായിട്ട് കറങ്ങിയൊന്നും നടക്കരുത്. വലിയമ്മ പറയുന്നെല്ലാം കേൾക്കണേ. കുറച്ച് ദിവസം കഴിഞ്ഞ് വരും. ഉമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. നടക്കാൻ വേണ്ടി എൻ്റെ മക്കൾ പ്രാർത്ഥിക്കണേ. ഉമ്മയുടെ അസുഖമെല്ലാം മാറട്ടെ. മക്കൾ കൈ അടിയൊന്നും കൂടരുത്. സ്നേഹിച്ച് തന്നെ നിൽക്കണേ. വലിയമ്മായി ഒരുപാട് ഇട്ട് ബുദ്ധിമുട്ടിക്കരുത് കേട്ടാ. അകത്തോട്ട് ചെല്ല. പോയിട്ട് വരാം. പോയിട്ട് വാ. അമ്മ ഉള്ളതുകൊണ്ടാണല്ലോ എനിക്ക് കൊണ്ടുപോയി ചികിത്സിക്കാൻ പറ്റിയത്. കുഴപ്പമില്ല, പോയിട്ടോ. പോയിട്ടോ മക്കളാ. ശ്രദ്ധിച്ച് ചെന്നിട്ട് വിളിക്കണേ. ആ, വിളിക്കാം അമ്മ. അവൻ ഒരു കുരുത്തക്കേടും എൻ്റെ അടുത്ത് കാണിക്കത്തില്ല. അമ്മ പോയിട്ട് വരട്ടെ. നിങ്ങൾ ധൈര്യമായിട്ട് പോയിട്ട് വാ. ഞാൻ ഉണ്ട്. പോട്ടെ അമ്മ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഞാനെന്തിനും ഇവിടെ അയക്കുന്ന? ഞാനും പോട്ട്. നേരെന്ന് കുറച്ച് പൈസ ഒപ്പിക്കാന്ന് വെച്ചപ്പോൾ അതൊന്നും നടക്കാത്ത അവസ്ഥയായി. 3 മാസത്തെ ശമ്പളം കിട്ടിയില്ലേ, അത് മതി. കിളവി വരട്ടെ. പിള്ളേരൊക്കെ ഇത് എവിടെ? നീ എന്ത് ഇവിടെ തന്നെ ഇന്നത്? അങ്ങോട്ട് പെട്ടി എടുത്ത് വെക്കുക. എന്ന് സഹായിക്കാനൊന്നും വന്നില്ലല്ലേ? അത് ഞാൻ ഗ്യാസിൽ പാല് വെച്ചിരുന്നു, അതുകൊണ്ട് അങ്ങോട്ട് വരാൻ ഞാൻ.
ഇപ്പൊ എന്തെങ്കിലും പിള്ളേർക്ക് കഴിക്കാൻ വല്ലോ സ്പെഷ്യലായിട്ട് ഉണ്ടാക്ക്. അതെ, ഇനി എന്റെ ആവശ്യമില്ലല്ലേ, ഞാൻ പോട്ടെ എന്റെ വീട്ടില്. അല്ല, ഞാൻ റംസീത്ത നോക്കാൻ വന്നതല്ലേ, റംസീത്ത ഇല്ലല്ലോ, അപ്പൊ ഞാൻ അത്രയും നാള് വീട്ടിൽ പോട്ടെ. വീട്ടിൽ പോനാ? അവന്റെ നീ എത്ര മാസത്തെ ശമ്പളം വാങ്ങിച്ച്? 3 മാസം. 3 മാസത്തെ? അപ്പൊ ഇവിടെ ജോലി ചെയ്താൽ മതി, നീ വീട്ടിൽ പോണ്ട. അവളെ നോക്കാൻ മാത്രമല്ല, ഈ വീട്ടു ജോലികളെല്ലാം ചെയ്യാനാ നിന്നെ കൊണ്ടുവന്നത്. ഇതുള്ള അവളെ ആശുപത്രി കൊണ്ടുവന്ന് പറഞ്ഞ് അങ്ങ് പോവാനാ? അതൊന്നും പറ്റത്തില്ല. ഇവിടെ എന്റെയും കൊച്ചുങ്ങളെ എല്ലാം കാര്യങ്ങളും നോക്കണം. വേലക്കാരിയായിട്ട് ഇവിടെ തന്നെ നിക്കണം നീ. ചെല്ല്. പിന്നെ ഇന്നോട്ടെ പുറത്ത് കടയിലെല്ലാം നീ തന്നെ പോണം. അവനല്ലേ സാധാരണ വാങ്ങിച്ചോണ്ട് വരുന്നത്. ഇപ്പൊ അതൊന്നും പറ്റത്തില്ല. ലിസ്റ്റൊക്കെ ഞാൻ എഴുതി തരാം. ഇപ്പൊ തന്നെ പോയി മീനൊക്കെ വാങ്ങിയിട്ട് വാ. ഞാൻ കടയിലൊന്നും പോയി ശീലിച്ചിട്ടില്ല. എൻ്റെ വീട്ടിൽ പോലും കടയിലൊന്നും പോയിട്ടില്ല. അയ്യോ, എനിക്ക് ചന്തയിലൊന്നും പോയി ശീലമില്ല. മീൻ കടയിൽ നിന്ന് വാങ്ങിച്ചാൽ മതിയാ? അതൊന്നും വേണ്ട, ചന്തയിൽ പോയി വാങ്ങിച്ചിട്ട് വാ. ഇവിടെ അങ്ങനെ ഓട്ടോ കിട്ടുമോ പോവാൻ? എങ്കിൽ അധികം ദൂരമൊന്നും ഇല്ലല്ലേ, നടന്നു പോയാൽ മതി. ഓട്ടോയെ കൊള്ളാല്ലേ ഏലക്കാരിയുടെ പൂതി. അല്ലേ, നിന്ന് താമസിക്കണ്ട മോനെ. ഈ കിളവി എനിക്ക് തൊല്ലയാവും. ജോലിക്കാരി അങ്ങനെ മാസത്തെ ശമ്പളം വാങ്ങിച്ചെന്ന് പറയും, കിളവിനെ ആട്ടിമയാക്കി വെക്കും. ഇതാണ് തള്ളേ തന്നില്ലെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകുന്ന മക്കൾ. നോക്കിയിരിക്കുന്ന എന്ത്? അതാ പോന്നു, ഉണ്ടാക്കാം. സ്പെഷ്യൽ ഉണ്ടാക്കണം വെച്ചിട്ടുണ്ട് ഞാൻ. ചിലരെയൊക്കെ ഒരു ഭാവം ഉണ്ടായിരുന്നു, നടക്കത്തില്ല. ഒന്നും മനസ്സിലായില്ലെന്നാ അവളെയൊക്കെ വിചാരം. എന്റെ കുടുംബത്ത് കേറ്റാന്ന് വിചാരിച്ചു. പോട്ടോ, എത്രേ കിടക്കട്ടെ. ഈ പെണ്ണ് ചന്തയിൽ പോയിട്ട് എവിടെ പോയേക്കുന്നു? എത്ര സമയമായി? നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കണ്ടല്ലേ? വഴിയെ കാണുന്നവരെ വർത്താനം പറഞ്ഞുകൊണ്ടങ്ങ് നിൽക്കും. വരട്ട്. മാങ്ങയൊക്കെ വീണാ പഴുത്ത് തുടങ്ങിയട്ടെ. കണ്ടതും കേട്ടതും ഒന്നും ചെയ്യത്തില്ല. കൊള്ളാം. പാത്രങ്ങൾ കഴുകിയിട്ടേക്കുന്ന നോക്കവള്. പാത്രങ്ങൾ കഴുകിയ പറക്കിക്കൊണ്ട് വെക്കത്തില്ല. എന്തര പെണ്ണോ എന്തോ, ഒരു വീട്ടിനൊരു ഉത്തരവാദിത്വം ഇല്ലാത്തൊരു പെണ്ണ്. വരട്ടെ. എന്നെ ചോദിക്കണം. ഒരു ഉത്തരവാദിത്വം ഒന്നും പറയുന്നേ ഇല്ല. എന്താണ്ട് മായാലോകത്ത് ജീവിക്കുന്ന കണക്ക്. എൻ്റെ കൈക്കല്ലേ അവള് ശരിയാവും, ഞാൻ അല്ലെങ്കിൽ ശരിയാക്കും. താത്ത, അൽഫിയുടെ അവണ് മീൻ വാങ്ങാൻ പോയി. എന്ത് ചന്തയിൽ പോയി? അവന് സാധാരണ ചന്തയിൽ നിന്ന് പോത്തേന്നല്ലേ. എന്നെ കഴിയെടുപ്പ അവളോടെന്ത് നിനക്ക്? അയ്യോ, അല്ല ഇപ്പൊ വരാൻ പറഞ്ഞായിരുന്നു താത്ത. ഈ പഴുത്ത മാങ്ങയാണോ താത്ത? അത് മാങ്ങ തന്നെ, കൊച്ചുങ്ങൾക്ക് തിന്നാ ഉള്ളത്. അതും കൊണ്ടുപോയി. ആ നിൽക്കുമ്പോ ഒന്നും വീഴത്തുമില്ല. എന്താ ആവശ്യം? ആ പെണ്ണൊരു 5000 രൂപ എനിക്ക് മറിക്കാൻ തരാന്ന് പറഞ്ഞായിരുന്നു, അത് വാങ്ങിക്കാൻ വന്നതാ. അയ്യോ, ഇന്നലെ വരാൻ പറഞ്ഞതാ, ഞാനങ്ങ് വിട്ടുപോയി. അപ്പൊ കടം കൊടുപ്പും പലിശക്ക് കൊടുപ്പൊക്കെ തുടങ്ങിയ പെണ്ണ്? ഞാൻ അറിഞ്ഞില്ലല്ലേ. അത്രയും പൈസ ഉള്ളതാണ് ഇവിടെ ജോലിക്ക് വന്നിരിക്കുന്നത്. അതിനെന്താ, എനിക്കൊരു ആവശ്യം വന്നപ്പോ ഞാൻ പണ്ടേ ചോദിച്ചാ പാപ്പണ്ട് തരാന്ന് പറഞ്ഞു. പാപ്പണ്ട് ഉണ്ടായിട്ടായിരിക്കുമല്ലോ തരാന്ന് പറഞ്ഞത്. നിങ്ങളോ തരത്തില്ല.
എന്നും പറഞ്ഞ് നീ എപ്പോഴും ഇവിടെ കറങ്ങി കറങ്ങി ഒന്നും വരണ്ട. പിന്നെ ആ പെണ്ണ പൈസ തരുത്തില്ല. ഇവിടെ വന്ന് നീ വാങ്ങിച്ച് അവള് വാങ്ങിച്ച് പിന്നെ പൈസയുടെ മേടി ഇവിടെ അടി കൂടി ഇവിടെ നാണം കെടാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് പൈസയൊന്നും അവള് തരുത്തില്ല. അതിന് ആ പെണ്ണ് എനിക്ക് തരാന്ന് പറഞ്ഞതിന് താത്താക്ക് എന്താ എത്ര വിഷമം? അത് ഞങ്ങൾ തമ്മിലല്ലേ ഇടപാട്, ഞങ്ങൾ തമ്മിൽ അങ്ങ് വാങ്ങിച്ചോളാം. അവൾക്ക് തരാൻ ഉദ്ദേശം ഉണ്ടെങ്കിലും ഞാൻ പറയും ഇവിടെ നടക്കത്തില്ലെന്ന്. കിട്ടും പോയി. താത്താ, നിങ്ങളെ മോനും മരുമോളും കൂടെ എവിടെ പോയത്? അല്ല, കാറിൽ കയറി പോന്നാണ്ട്. നടക്കാൻ വയ്യാത്ത പെണ്ണല്ലേ, കാറിനടുത്തിരുത്തിക്കൊണ്ട് പോന്ന ഞാൻ ഇപ്പോഴാ കാണുന്നത്. അപ്പൊ അതും കണ്ടാ അവളെയും കൊണ്ട് ആശുപത്രിയിൽ പോയി. ആശുപത്രി കൊണ്ടുപോയതാ? ഇനി നീ വേറെ ഒന്നും പറഞ്ഞത് പരത്തണ്ട. അവളെ കൊണ്ട് ആശുപത്രിയിൽ പോയതാ. അപ്പൊ അവിടെ നടക്കുവോ ഇനി? കാലിന് താഴോട്ട് ചികിത്സിക്കാൻ. അപ്പൊ അതൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നില്ലേ? ഇത്രയും നാള് ചെയ്യാൻ എന്ത്? കണ്ട വീട് തോറും നടന്ന് നടന്ന് അത് പറഞ്ഞ് ഇത് പറഞ്ഞ് ഓരോ കുടുംബങ്ങൾ തന്നെ നീ തെറ്റിച്ചപ്പോ നിനക്ക് സമാധാനം ആയില്ലേടി? അതോ ഇല്ലാത്തത് ഒരാണിനെ കണ്ടാ പെണ്ണിനെ എനിക്ക് ചേർത്ത് പറയും. നിനക്ക് വേറെ ഒരു പണിയില്ലേ? ഒരു നേരം നോക്കുമ്പോ അപ്പുറത്തെ വീട്ടിൽ ഇരിക്കുന്നതാണോ, ഒരു നേരം നോക്കുമ്പോൾ തെക്കതി ഇരിക്കുന്നതാണോ, ഒരു നേരം നോക്കുമ്പോൾ ഒളിഞ്ഞു നോക്കുന്നതാണോ? ഇളവി എന്നെ ഉപദേശിക്കാൻ വന്നേ. ഏതെങ്കിലും വീട്ടിൽ ആരെങ്കിലും വന്നാൽ ആ പരിസരത്ത് ആ മതിലിന്റെ കീഴിൽ നീ കാണുമല്ലേ ഇങ്ങനെ ചെവിയും കൂർപ്പിച്ച്? എനിക്കിവിടെ ഇരുന്നാ കാണാം. ഞാൻ എപ്പോഴും കാണുന്നതാ. ഒരു വീട്ടിൽ ആരെങ്കിലും ഒന്ന് വന്നു പോയാൽ ആ മതിൽ പറ്റിയ കാണും. എനിക്ക് വേറെ നാഴി അരിയിട്ട് വേവിക്കണം, അവിടെ അങ്ങനെ ഇരിക്കണം. പിന്നെ വേറെ നേരം പോക്ക് വേണ്ടേ? അപ്പം ഞാൻ അപ്പുറം പോയെന്നിരിക്കും, ഇപ്പുറം പോയെന്നിരിക്കും, വർത്താനം പറഞ്ഞെന്നിരിക്കും, ചിലപ്പോൾ ബാക്കി ഇങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കിയെന്നിരിക്കും. അത്ര തന്നെ, അല്ല വേറെ എനിക്ക് സമയം പോണ്ടേ? നിനക്കൊക്കെ ഈ വേറെ ഒരു ജോലിയില്ലേ? പോയിരുന്ന ആ സമയത്ത് പോയിരുന്ന വല്ല ദുഹാരക്കാൻ നോക്ക്, കുടുംബമെങ്കിലും രക്ഷപ്പെടും. ഞാൻ നന്നാണ്ടപ്പോ നന്നായിക്കോളാം. ആദ്യം നിങ്ങളല്ലേ പോന്നത്, നിങ്ങൾ ഇരുന്ന് ദുഹാരക്കുക, നല്ലത് ചെയ്യേച്ചി. എനിക്ക് സമയമാകുമ്പോ ഞാൻ ചെയ്തോളാം. എന്നെ നന്നാക്കാൻ വന്നേക്കുന്നു. പോ, വീട്ടിൽ പോയി നല്ല വല്ല കാര്യവും ചെയ്യാൻ നോക്ക്. അല്ല അന്യരെന്താ ചെയ്യുന്നു, എവിടെ പോകുന്നു, എവിടെ നീ പോ. നിനക്ക് വേറെ വല്ല തെക്കും വടക്കും ഒക്കെ നോക്കായില്ലേ? പോയി അവിടെ നോക്കിക്കൊണ്ടിരി. ഞാൻ കേട്ട്. ഞാൻ പോയിരുന്ന് ദുആ അരക്കട്ടെ. പോട്ട്.